ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആൾക്കാർക്ക് ഇന്നെ അറിയില്ലെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇന്നെ നന്നായിട്ട് അറിയുണ്ടാവും. ആൻഡ് ഞാൻ ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇട്ട് ഉണ്ടായിരുന്നു. ഒരു 10-11 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് ഒരു 5-6 വീഡിയോ ഇട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പാണ് എൻ്റെ വീഡിയോക്ക് വരുന്നത്. അതൊരു അങ്ങനത്തെ ഗ്യാപ്പ് വരാണ്ട് എന്നിടാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ ഈ ഗ്യാപ്പിൽ ഇവളെ നോക്കലും വീഡിയോ എടുക്കലും അത്ര സിമ്പിളായ കാര്യമേ അല്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാനും ഇവളെ റൂമിൽ ഒറ്റക്കൊക്കെ പുറത്ത് പോയാലൊക്കെ വർക്കിന് പോയാൽ ഞങ്ങൾ ഒറ്റക്ക. അതിൽ ഇവളെ തന്നെ നോക്കലാണ് അത്യാവശ്യം മെയിൻ സമയം പോവുക. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് തുടങ്ങിയാൽ എൻ്റെ സ്റ്റാൻഡ് നടന്നിങ്ങനെ പോണ് കാണാം. പിന്നെ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. സോ ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടത് പുറത്ത് പോയി ഒരു ഷോപ്പ് 5 റിയാൽ ഷോപ്പിൽ പോയ വീഡിയോ ആണ്. അതേപോലെ അത്യാവശ്യം ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ വീഡിയോ ഇടുമ്പോൾ അതും ഒരു ഷോപ്പിങ്ങിന് പോകണതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. സോ ഇന്ന് എനിക്ക് ബവാദി സൂക്കിലൊന്ന് പോകാനുണ്ട്. സൂക്ക് ജിദ്ദയിലുള്ള ഒരു തലവാലൊക്കെ അറിയുന്ന ഒരു സംഭവമാണ് സൂക്ക്. അങ്ങനെ സൂക്കൊക്കെ ഇറങ്ങിയതാണ്. അപ്പം എടുക്കുന്ന വീഡിയോ ആണ്. ഇൻട്രോ പറയാൻ തന്നെ ഞാനൊരു എത്രയോ നേരമായി ഇൻട്രോ പറയാൻ വീഡിയോ ഓണാക്കും, കരയും. ഇപ്പം തന്നെ സ്വന്തമായിട്ട് ഗ്ലാസ്സൊക്കെ തുറന്ന് പുറത്തൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. ഗ്യാപ്പ് എടുക്കാൻ ഞാൻ പറയുന്നതിനേക്കാളും സൗണ്ടായിരിക്കും പുറത്തുള്ള സൗണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഗ്ലാസ് പൊക്കാൻ പറഞ്ഞാൽ ആൾ കേൾക്കൊന്നുമില്ല. നോക്കട്ടെ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമല്ല, ഗ്യാപ്പ് എടുക്കാനുള്ള റീസൺ അതാണ്. ഇവള് വളർച്ചേൻ്റെ കൂടെ എൻ്റെ വീഡിയോസും കൂടി നടക്കുന്നില്ല. ഇപ്പോൾ ആൾ അത്യാവശ്യം പറഞ്ഞ് കേൾക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എന്നെ എടുക്കാൻ സമ്മതിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. എന്നും ഞാൻ ഇങ്ങനെ വിചാരിക്കലുണ്ട് രാവിലെ മുതൽ തുടങ്ങിയാലോ. പക്ഷെ അപ്പോഴേക്കും ഓരോ കാര്യത്തിൽ ഇങ്ങനെ ബിസിയായി വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ലേ. സത്യം പറഞ്ഞാൽ ആദ്യത്തേനേക്കാളും ബിസിയാണ് ഞാനിപ്പോൾ. ഓള് അത്യാവശ്യോളം എന്താ മോളെ അത്യാവശ്യോളം നോക്കി നടക്കേണ്ട ടൈമായി. ഇപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും അതൊക്കെ പോട്ടെ. നമ്മൾ മെയിൻ ടോപ്പിക് ഇതിലേക്ക് വരാം. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് ബവാദി സൂക്കിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ എത്തി. ഞാൻ കുറച്ച് നേരത്തെയാണ് പോയിട്ടുണ്ടായിരുന്നു. കാരണം ലീനുവിന് ഉറക്കം വരുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടായിന്. ഉറങ്ങിയിട്ട് അവളുടെ അടുത്ത് നടക്കണേക്കാളും നല്ലത് എനർജി ഉണ്ടാകുമ്പോൾ കുറച്ച് അവളെ കൊണ്ട് നടത്തിക്കുക എന്നുള്ള ഒറ്റ പ്ലാനിൽ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയത്. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് സൂക്കൊന്നും പോവലില്ല. അങ്ങനെ ഫൈനലിക്ക് ഞങ്ങൾ ഇറക്കിയിട്ട് പോയി. ഞാൻ ഹിപ്പ് ബാഗ് ഉണ്ടായതുകൊണ്ട് അതുമ്മേൽ ലീനുവിനെ ഇരുത്തിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. കയറിയ പാടെ നമ്മൾ എല്ലാ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറേ റേറ്റൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഞാൻ അങ്ങനെ തിരഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. എനിക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളാണ് ഞാൻ നോക്കി നടന്നത്. കുറേയൊക്കെ കണ്ടു, എന്നാലും കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് കുറേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം കുട്ടീനെയും നോക്കണം, വീഡിയോ എടുക്കലും കുറച്ച് റിസ്ക് ചെയ്യുന്നു. ഇതൊരു ഫാൻസി ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ ലീനുവിന് പറ്റിയ ക്ലിപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവിടുന്ന് 2 എടുത്തു. ആൻഡ് അവിടെ കുറേ നല്ല ഭംഗിയുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കാണിക്കുന്ന ഒരു മിറർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ലീനു പൊട്ടിച്ച്. അങ്ങനെ ഇങ്ങനത്തെ നല്ല ആക്സസറീസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് എനിക്കും യൂസ് ഇല്ല, മൂക്കറ്റ യൂസ് ആവാനില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഇങ്ങനെ കുറേ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലീനുവിന് ചൂടെടുക്കാനൊക്കെ തുടങ്ങി. അവളിങ്ങനെ പറയുന്നുണ്ട് എസ്കോ എന്നൊക്കെ പറയുന്നത്. എസ്കോ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ്കോ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ ഒരു മേക്കപ്പ് പൗച്ച് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അതെനിക്കിഷ്ടമായി. പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ വേറെയും എവിടെയെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പ്രൈസ് പുറത്തും ഇവിടെയും ഏകദേശം ഒരേപോലെ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ കുറേ ഇങ്ങനത്തെ അവരെ ഒതൻറ്റിക് ഡ്രസ്സിൻ്റെ ആക്സസറീസ് കുറേ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് നടക്കാൻ തുടങ്ങി. അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി റിസ്ക്കായി. ഞാൻ അവളെ കൂടെ ഓടേണ്ടി വന്ന്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് വേഗം എടുത്തിട്ട് ഇക്കാനെ വിളിച്ചു. കാരണം അവൾ അത്യാവശ്യം ടയേർഡായി കരയാൻ തുടങ്ങി വിശന്നിട്ട്. അതിൽ വേഗം പിന്നെ കാറിൽ കയറി
പിന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ഇട്ട് പാർക്ക് പോവാന്ന്. കാരണം അവളെ പുറത്തിറക്കിയാൽ വേറെ ആരുമില്ലെങ്കിൽ നമ്മൾ കളിപ്പിക്കാൻ കൊണ്ടുപോകലുണ്ട്. അവൾക്ക് ഈ സ്ലൈഡും ഊഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ 2 സാധനത്തിൽ കയറാനായിട്ട് അവൾ അത്യാവശ്യ സമയം ഇതിൽ നിന്നോളും. അങ്ങനെ സ്ലൈഡിൽ കയറ്റി കുറച്ചധികം നേരം കളിച്ച് പിന്നെ ഞാൻ മെല്ലെ എൻ്റെ അടുത്തേക്ക് തട്ടിയിട്ട് ഞാൻ നടക്കാൻ വേണ്ടി പോകാമെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അവൾക്ക് ഊഞ്ഞാലാട്ടം ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തി. ഞാൻ മേലോട്ടത്തായിട്ടൊക്കെ നോക്കി ഇങ്ങനെ ഊഞ്ഞാലാട്ടേനു. അത്യാവശ്യം ചൂടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇതാണ് കേട്ടോ ഈ പാർക്ക്. ഇത് ഷർഫിയയിലുള്ള സജാ പാർക്കാണ്. നല്ല അടിപൊളി പാർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാർക്ക്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭവാദിന്നൊന്നും എനിക്ക് കാര്യമായിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല സൂക്ക് പോയപ്പോൾ കേട്ടോ. കാരണം അവിടെ കുറേ തിരക്കും പിന്നെ ഞാൻ ഉദ്ദേശിച്ച സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളായിട്ട് ഒറ്റക്കാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അവളി നോക്കണം, അവളാണെങ്കിൽ ഇറങ്ങി നടക്കുക. അപ്പോൾ അവളി നോക്കണം പ്ലസ് സാധനം നോക്കണം, വീഡിയോ എടുക്കുക, എല്ലാം കൂടി എനിക്ക് പറ്റിയില്ല. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിയില്ല. അപ്പോൾ ലീനുവിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷർഫയിലുള്ള സജാ പാർക്കിലേക്ക് വന്നതാണ്. ഇത് അടിപൊളി പാർക്കാണ് കേട്ടോ. വാക്കിംഗ് ഏരിയ അതേപോലെ ഈ സിറ്റിംഗ് ഏരിയ ഒക്കെ ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ലീനുവിനെ ഒക്കെ കളിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് സംസാരിക്കാം. സൂക്കുന്നൊക്കെ കാര്യമായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചെടുത്ത് തുടങ്ങിയത്. പക്ഷേ ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. അപ്പം ഇതൊരു നല്ലൊരു തുടക്കമാവാൻ ആഗ്രഹിക്കുന്നു ഞാൻ. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പോവും, പിന്നെ 2-3 വീഡിയോ ഇട്ടാൽ പിന്നെ ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് വരരുത്, അതാണ്. എന്തായാലും വീണ്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്താണ് എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്, ലൈക്ക് ചെയ്യണം. അതന്നെ എല്ലാവരും എല്ലാം ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുമായിരിക്കും. പൊതുവേ രാത്രി ഫുഡ് കഴിക്കാറില്ല. നോക്കട്ടെ എന്താ നടക്കാൻ പോകുന്നത്. ബാക്കി ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നുമില്ല. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴാണ് ശരിക്കും രസം ഉണ്ടാവുക. ഏതെങ്കിലും ഒരു മോളിൽ ഇറക്കിയിടും. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവും, ഫുഡ് കഴിക്കും, റൂമിൽ കയറും. അതന്നെ നോർമലി ഉണ്ടാവുക. ഇതിപ്പം ഒറ്റക്കായതുകൊണ്ട് പാർക്കൊക്കെ വന്ന് ഓക്കെ നോക്കാം. ഇതാണ് നടക്കേണ്ട ഏരിയ. നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇവിടെ സിറ്റിംഗ് ഏരിയ ഉണ്ട്, റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. അവിടെ മക്കൾക്ക് കളിക്കുന്ന പാർക്കും ഉണ്ട്. നമുക്ക് വലിയ മക്കളൊക്കെ അവിടെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നടന്നാൽ മതി. പക്ഷേ ലീനുവിൻ്റെ ഏജിലുള്ള ആൾക്കാരൊന്നും അങ്ങനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല. അങ്ങനെ കുറച്ച് നേരം അധികം അവിടെ നിന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു. നമുക്ക് ആർക്കും ഹെവി ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഷവർമ, നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഷവർമ വാങ്ങിക്കാൻ നിന്നത്. നല്ല ടേസ്റ്റുള്ള ഷവർമയാണ് കേട്ടോ. അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഷവർമയാണിത്. ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിലിനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഷവർമ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഷവർമ നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ഷവർമയാണ്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇനി നേരെ റൂമിൽ പോവുക, കഴിക്കുക, ഉറങ്ങുക. അപ്പോൾ 11:30 ആവാനായി. 11:30 ആവാനൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ലീനുവിനെ ഞാൻ ഉറക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ റൂട്ടീൻ കറക്റ്റ് ഉറങ്ങുക, കറക്റ്റ് നീക്കുക, അങ്ങനത്തെ ആക്കിയിട്ടുണ്ട്. അപ്പം 11:30 ആകുമ്പോഴേക്കും ശരിക്കും ഒരു 12:00-ൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ ലീനുവിനെ ഉറക്കലുണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ഇനി പാർക്ക് പോയത്. പാർക്ക് ശരിക്കും ഇന്നത്തെ പ്ലാനിലില്ലേനു. അവളൊന്നും കളിപ്പിക്കാന്നുള്ള രീതിയിൽ പാർക്ക് പോയി. അതുകൊണ്ടൊക്കെ ലേറ്റായി. എന്തായാലും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ എന്തായാലും ഞാൻ വരാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അത്ര തന്നെ. അപ്പം ഇനി അങ്ങോട്ട് എന്നും വീഡിയോ ഇടണം എന്നാണ് എൻ്റെ നല്ലൊരു ആഗ്രഹം. അപ്പം ഇൻഷാല്ലാ അത്രയേ ഉള്ളൂ. ബൈ.